സൃഷ്ടികളിൽ തിരുനബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. മദീനയിലേക്കുള്ള പലായനത്തിൽ തന്റെ കൂടെ പങ്കെടുത്തു. ഹിറാ ഗുഹയിൽ താമസിച്ചു. തിരുനബിയോട് ഓരം ചേർന്ന് നിന്ന ആദരണീയനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അമർ ബിൻ ആസിൽ നിന്നുള്ള നിവേദനം കാണാം. മുത്തുനബി തങ്ങള് തന്നെ ദാത്തു സലാസിലെ യുദ്ധ സൈന്യത്തിലെ ലീഡറായി നിശ്ചയിച്ചു. സൈന്യത്തിലെ പ്രമുഖ സഹാബിമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും ഉണ്ടായിരിക്കെ തന്നെ അമീറാക്കി നിശ്ചയിച്ചപ്പോൾ തന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന ധാരണയില് താൻ തിരുസവിധത്തിലേക്ക് ചെന്ന് ചോദിച്ചു, ഹബീബരെ, ജനങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? തിരു റസൂലിന്റെ മറുപടി ആയിഷ എന്നായിരുന്നു. വീണ്ടും ചോദിച്ചു, അപ്പൊ പുരുഷന്മാരിലോ? അപ്പൊ അവളുടെ പിതാവ് ബഹുമാന്യരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? നബിതങ്ങൾ പറഞ്ഞു, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബാണ്. പിന്നീട് അങ്ങനെ പലരെയും നബിതങ്ങൾ അങ്ങനെ എണ്ണി തുടങ്ങി. ഇമാം ഖുർത്തുബി തന്റെ ഫൈദുൽ ഖദീറിൽ എഴുതുന്നത് കാണാം, തന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചുകൊണ്ടാണ് നബിതങ്ങൾ ആരംഭിച്ചത്. കാരണം മഹദിയോടുള്ള സ്നേഹം ജന്മസിദ്ധവും മതപരവുമാണ്. അതേസമയം മറ്റുള്ളവ ജന്മസിദ്ധമല്ല, മതപരമാണ്. ആയിഷ അമ്മയുടെ പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ മുൻകടന്നവരും സർവശക്തനായ റബ്ബിനോടും അവന്റെ ദൂതനോടും ഇസ്ലാമിനോടും കുടുംബത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരോപകാരം, അവരെ തൃപ്തിപ്പെടുത്താൻ തന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാനുള്ള സന്നദ്ധത, ഇതെല്ലാമാണ് തിരുനബിയുടെ ഇഷ്ടത്തിന് മാധുര്യം കൂട്ടിയത്.